നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ത്യയിൽ വലിയ വ്യാപകമായ പ്രതിഷേധം ഒട്ടനവധി സംസ്ഥാനങ്ങൾ നടത്തുമ്പോൾ ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും കുവൈത്തിൽ ഇതിന് അനുകൂലമായൊരു നിലപാടിലേക്ക് കുവൈത്ത് ഭരണാധികാരി എത്തിയിരിക്കുന്നു. രാജ്യത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അനുവദിക്കില്ല എന്നാണ് അവരുടെ നിലപാട്. കുവൈത്തിൽ മലയാളികൾക്കിടയിലും അതോടൊപ്പം തന്നെ പ്രവാസികൾക്കിടയിലും പല അഭിപ്രായ ഭിന്നതകൾ ഉള്ളപ്പോൾ ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൂലിച്ച് സംസാരിക്കേണ്ട അനിവാര്യതയിലേക്ക് പോകാൻ ഇപ്പോൾ അവർ ശ്രമിക്കുന്നില്ല. കുവൈത്തിലും ഇപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിപൂർണമായ പിന്തുണ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. നേരത്തെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കശ്മീർ വിഷയത്തിൽ കൊടുത്ത അതേ പിന്തുണ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ നിലവിലെ നയങ്ങളെ മറികടന്നുകൊണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തുകയാണോ? 57ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യൻ സർക്കാരിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സർക്കാരിനെ അനുമോദിക്കുകയും ചെയ്ത അവസരങ്ങളുണ്ട്. സൗദി ഇന്ത്യയുടെ മികച്ച സുഹൃത്തായി നിൽക്കുകയും ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി പ്രവാസികൾ സൗദിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലുലു ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട സാഹചര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ സംഭവത്തിനെ ആസ്പദമാക്കിയാണ് മറ്റ് സ്ഥലങ്ങളിലേക്കും പൗരത്വ രജിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നില്ല എന്ന ഒരു ഖ്യാതി പടർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സംഘർഷങ്ങൾ, വലിയ ഭിന്നതകൾ ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കുവൈത്തും പറഞ്ഞിരിക്കുന്നത്. കുവൈത്തിന്റെ അവരുടെ നിലപാടുകളെല്ലാം തന്നെ ഇന്ത്യക്ക് അനുയോജ്യമാകുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ നയങ്ങൾ പൗരത്വ രജിസ്ട്രേഷനും പൗരത്വ ഭേദഗതി ബില്ലും രണ്ടാണെന്നും ഈ കാര്യത്തിൽ ആർട്ടിക്കിൾ 14, 15 തന്നെയാണ് വായിക്കേണ്ടതെന്ന് ഇന്ത്യയുടെ തന്നെ ഒരു പ്രമുഖ ഗവർണറായ ചിദംബരേഷ് പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 14, 15 വായിക്കാത്തവർക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ ആശങ്കയെന്നും പൗരത്വ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ നിക്ഷിപ്തമാണെന്നും അത് ഭരണഘടനാ വിരുദ്ധതയല്ലെന്നും പറഞ്ഞിരുന്നു. കലാപം, സംഘർഷം ഒക്കെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദേശത്തും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വികസിത രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യമായ ഫിൻലാൻഡിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ പലയിടത്തും വ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഒട്ടനവധി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തുന്നത്. എന്നാൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് വിരുദ്ധമായി നിൽക്കുന്നു. ഇന്ത്യയുടെ നിലവിലെ അസന്തുലിത അവസ്ഥ അത് നശിക്കപ്പെടുന്ന അവസ്ഥയല്ലേ എന്ന ചോദ്യമാണ് മലേഷ്യൻ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.